അധികം സന്തോഷത്തിലാണ് ഞാൻ. കാരണം ഇനി ഇത് വായനയുടെ ഊഴമാണ്, പ്രസംഗത്തിൻ്റെ ഊഴമല്ല. പ്രസംഗം വായിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് വേണ്ടത്. ഇതിനു മുമ്പ് നടന്ന കവിസമ്മേളനം അവസാനിച്ചത് മഹാകവി വള്ളത്തോളിൻ്റെ പ്രശസ്തമായ ഒരു കവിത ആലപിച്ചുകൊണ്ടാണല്ലോ. വള്ളത്തോൾ പറഞ്ഞത്, വായനക്കാർക്ക് ഇഷ്ടമാണെങ്കിൽ സങ്കല്പവായി വിമാനത്തിലേറിയാലും എന്നാണ്. ആ സങ്കല്പ സുന്ദരമായ ചിന്താബന്ധുരമായ അക്ഷരങ്ങൾ കൊണ്ട് വിരചിതമായ ആ വ്യോമയാനത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് ഞാനും നിങ്ങളും. എനിക്ക് ഇന്ന് 2 പുസ്തകങ്ങളാണ് കിട്ടിയത്. മറ്റെല്ലാവർക്കും ഓരോ പുസ്തകം കിട്ടിയപ്പോൾ എനിക്ക് 2 പുസ്തകങ്ങളാണ് കിട്ടിയത്. ആ 2 പുസ്തകങ്ങളും പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടതുമാണ്. ജലപാഠവും കരിമ്പനയും. ജലപാഠം എന്ന പുസ്തകത്തിൻ്റെ പിൻഭാഗം നോക്കിയപ്പോൾ അതെന്താണെന്ന് മനസ്സിലായി. ജലത്തെക്കുറിച്ചുള്ള സമസ്ത വിവരങ്ങളും ഇതിനകത്ത് പ്രതിപാദിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. കരിമ്പനയാകട്ടെ, അതും ഒരു പാരിസ്ഥിതികമായ പുസ്തകമാണ്. കരിമ്പനെക്കുറിച്ച് ഇറങ്ങുന്ന ആദ്യത്തെ പുസ്തകമാണ്. അപ്പോൾ പ്രകൃതിയെക്കുറിച്ചുള്ള 2 വ്യത്യസ്തമായ പുസ്തകങ്ങൾ ഏറ്റുവാങ്ങുവാൻ കഴിഞ്ഞത് ഒരു വലിയ ചരിതാർത്ഥ്യമായി കാണുകയാണ്. വിശേഷിച്ചും പ്രകൃതി ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇരമ്പി നിന്ന ആ ഒരു സവിശേഷമായ സാഹചര്യത്തിൽ പ്രകൃതിയെക്കുറിച്ചുള്ള ഈ പുസ്തകങ്ങൾ, കരിമ്പനിയും ജലപാഠവും, ഞാൻ വളരെ ആവേശത്തോടെ സ്വീകരിക്കുകയാണ്. എങ്കിലും എൻ്റെ ങ്ങളുടെ ഒരു ചേരുവയാണത്രേ, അതിൻ്റെ ഒരു സമാഹാരമാണത്രേ ചരിത്രം എന്ന് എന്തുകൊണ്ടോ മുൻകൂട്ടി പറഞ്ഞു പോയ നെപ്പോളിയനെ കുറിച്ചുള്ള തടിച്ച പുസ്തകത്തിലായിരുന്നു എൻ്റെ കണ്ണ്. എങ്കിലും പ്രകൃതിയെക്കുറിച്ചുള്ള ഏറ്റവും നിധി കുംഭങ്ങൾ സൂക്ഷിക്കുന്ന ഈ പുസ്തകം കിട്ടിയതിൽ ഞാൻ ചരിതാർത്ഥനാണ്. തന്നെയുമല്ല, ഈ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞുവല്ലോ, 2000-ലേറെ പുസ്തകങ്ങൾ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തമ്പാൻ സാർ വന്നതിന് ശേഷം ഇറങ്ങിയിരിക്കുന്നുവെന്ന്. ഞാൻ ആലോചിക്കുകയായിരുന്നു, ഈ ഋതുക്കൾ എന്ന് പറയുന്നത് ഇങ്ങനെ വന്നു പോകുന്നവയാണ്. അത് ഇങ്ങനെ ഒരു ചംക്രമണം പോലെ പ്രകൃതിയിൽ വിരുന്നു വരുന്ന ഋതുക്കൾ. പക്ഷേ വായനയ്ക്കൊരു ഋതു ഉണ്ടെങ്കിൽ അത് വസന്തമാണെന്നും ആ വസന്തം ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അതിരുകളിൽ ഇങ്ങനെ പിടിച്ചു കെട്ടിയിരിക്കുകയാണ് തമ്പാൻ സാർ എന്നും പറയുവാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുന്നു. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇതിനോട് ശക്തമായി പ്രതികരിക്കാത്തതെന്ന് എനിക്ക് സംശയമുണ്ടെങ്കിലും ഈ വായനയുടെ ആ വസന്തത്തെ, അതിൻ്റെ ഏറ്റവും വലിയൊരു അശ്വമേധം നടത്തിക്കൊണ്ട് സംസ്ഥാനത്തൊട്ടാകെ അദ്ദേഹം മുന്നോട്ട് പോകുന്നത് തികച്ചും 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 ശ്ലാഘനീയമാണ്. ഇവിടെ നടക്കുന്ന ഈ അക്ഷരങ്ങളുടെ പൂജയ്ക്ക് മുമ്പിൽ അദ്ദേഹം നടത്തുന്ന, ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന ഈ അക്ഷര പൂജയ്ക്ക് മുമ്പിൽ ശിരസ് നമിച്ചുകൊണ്ട് ഞാൻ ഈ സന്ധ്യയ്ക്ക് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ആശംസയർപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ശ്രീ സുദർശൻ കാർത്തികപ്പറമ്പിൽ